ഹായ്. ഇന്ന് നമ്മൾ സെൽഫ് ലവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ ഹീലിംഗിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. സോ സെൽഫ് ലവ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇന്ന് നമ്മൾ ആക്ടിവിറ്റിയും ചെയ്യുന്നുണ്ട് സെൽഫ് ലവിന് വേണ്ടിയിട്ട്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഹയസ്റ്റ് വൈബ് ഇമോഷൻസ് ആണ്. അത് ഈവൻ മണി അല്ലെങ്കിൽ അബണ്ടൻസിന്റെ ഫ്രീക്വൻസിയുമായിട്ട് സെയിം ആണ്. ആ സെയിം വൈബാണ് സെൽഫ് ലവ് എന്ന് പറയും. സോ നമ്മുടെ ലൈഫിലേക്ക് അബണ്ടൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം വരണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് സെൽഫ് ലവ്. ഒരു എന്താ പറയാ, സെൽഫ് ലവ് ഇല്ലെങ്കിൽ ഈവൻ നത്തിങ് വർക്ക്സ്. നമ്മുടെ റിലേഷൻഷിപ്സ് വർക്ക് ആവില്ല, കരിയർ വർക്ക് ആവില്ല, പൈസ നമ്മുടെ ലൈഫിലേക്ക് ഫ്ലോ ചെയ്യില്ല. സോ എവറിത്തിങ്, എല്ലാത്തിന്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് സെൽഫ് ലവ് തന്നെയാണ്. സോ സെൽഫ് ലവിന് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇൻസെക്യൂരിറ്റീസ് നമുക്ക് നമ്മളെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ ഞാൻ പറയുന്നില്ല, ബട്ട് നമ്മളെ കൊള്ളില്ല, അല്ലെങ്കിൽ നമ്മളെ ആർക്കും ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ നമുക്ക് ചില കുറവുകളുണ്ട് എന്നൊക്കെ ഉള്ള നമ്മുടെ ചില ബിലീഫ്സ്. ഇത് പലപ്പോഴും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ പേരൻസ് നമ്മളെ പലപ്പോഴും കമ്പയർ ചെയ്തപ്പോഴോ, അല്ലെങ്കിൽ അവരോട് നമ്മളെ സ്നേഹിക്കാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്ന കാര്യമായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തെ ആരും അപ്രീഷിയേറ്റ് ചെയ്യാതൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളെ കൊള്ളില്ല, അല്ലെങ്കിൽ നമുക്കൊരു കഴിവില്ല, നമ്മളെ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിലും ഈവൻ ഫോണിൽ പോലും കാണുന്ന പല കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും, ലൈക്ക് നമ്മുടെ ബോഡി, എനിക്ക് അത്ര സൗന്ദര്യമില്ല, അല്ലെങ്കിൽ എന്താ പറയാ, അല്ലെങ്കിൽ പലപ്പോഴും പലരെ കഴിവുകൾ കാണുമ്പോൾ എനിക്ക് അത്ര ഇന്റലിജൻസ് ഇല്ല, ഞാൻ അത്ര സ്മാർട്ട് അല്ല. സോ നമ്മൾ മറ്റുള്ളവരായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യും. അതുപോലെ അവർ അത്ര അച്ചീവ്മെന്റ്സ് നമുക്കില്ല. അപ്പൊ അതെല്ലാം നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ആയിട്ട് മാറും. അതേപോലെ നമുക്ക് മുന്നേ നമ്മളെ ആരെങ്കിലും ഇഷ്ടമല്ലെന്നോ റിജക്ട് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ട്രോമകൾ, നെഗറ്റീവ് എക്സ്പീരിയൻസസ് അതെല്ലാം നമ്മളെ കൊള്ളില്ല എന്നുള്ള ആ ഒരു സ്ഥലത്തേക്ക് തന്നെ നമ്മളെ കൊണ്ടെത്തിക്കും. യൂഷ്വലി ആളുകൾക്ക് ഇൻസെക്യൂരിറ്റീസ് ഉള്ളത് ഈ 4 ഏരിയാസിലാണ്. ഒന്ന് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ്, പിന്നെ നമ്മുടെ കഴിവുകൾ, ഇന്റലിജൻസ്, എബിലിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ റിലേഷൻഷിപ്സ്, ഈവൻ ഫ്രണ്ട്ഷിപ്സ്, സോഷ്യൽ അക്സെപ്റ്റൻസ്, മറ്റുള്ളവരുടെ ഇടയിൽ അംഗീകരിക്കപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് എഗെയിൻ അടുത്ത ഇൻസെക്യൂരിറ്റി. ദെൻ നമ്മുടെ കരിയർ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, നമ്മുടെ അച്ചീവ്മെന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളിൽ. സോ എങ്ങനെയാണ് നമ്മൾ ഇൻസെക്യൂരിറ്റീസിനെ ഷിഫ്റ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ ഇൻസെക്യൂർ ആവാൻ കാരണം മറ്റുള്ളവരുടെ കമന്റ്സ് ആണ്. എന്തെങ്കിലും ക്രിറ്റിസിസം, കമന്റ്സ് ഒക്കെയാണ് നമ്മളെ യൂഷ്വലി നമുക്ക് ഇൻസെക്യൂരിറ്റീസ് ആവുന്നത്. ഇപ്പോൾ ചില കാര്യങ്ങൾ അഭിപ്രായങ്ങൾ മാത്രമാണ്. ഉദാഹരണത്തിന് ഒരാളുടെ ചുരുണ്ട മുടിയാണ്, ഒരാൾ ചുരുണ്ട മുടിയാണ് ഇഷ്ടം, മറ്റേ സ്ട്രെയിറ്റ് മുടിയാണ് ഇഷ്ടം. സോ ഈ സ്ട്രെയിറ്റ് മുടിയുള്ള ആള് മീൻസ് അത് ഇഷ്ടപ്പെടുന്ന ആൾക്ക് ചുരുണ്ട മുടി സൗന്ദര്യം അല്ല എന്ന് തോന്നിയാൽ അത് കറക്റ്റ് ആണോ? അല്ല, അത് ആ ആളുടെ ഒപ്പീനിയൻ മാത്രമാണ്, അല്ലെ? വേറൊരാൾക്ക് സ്ട്രെയിറ്റ് മുടിയായിരിക്കാം സൗന്ദര്യം. അപ്പൊ അതുകൊണ്ട് പല കാര്യങ്ങളും ജസ്റ്റ് ഒപ്പീനിയൻസ് ആണ്. ഇപ്പൊ നമ്മളെ കൊള്ളില്ല, അല്ലെങ്കിൽ നിന്റെ കണ്ണ് കൊള്ളില്ല, നിന്റെ മുടി കൊള്ളില്ല എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അഭിപ്രായമാണ്. പലപ്പോഴും അത് കൊള്ളില്ല എന്നൊരു അർത്ഥമില്ല. പക്ഷെ അത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കണം. പലപ്പോഴും നമുക്ക് ഇത്തരം കിട്ടുന്ന ഒപ്പീനിയൻസ് ഒക്കെ, അപ്പം പലപ്പോഴും നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കും എനിക്ക് ഇന്ന കാര്യത്തിൽ ഒരു കഴിവില്ല എന്ന് പറഞ്ഞാൽ, പക്ഷെ മറ്റൊരു കാര്യത്തിൽ കഴിവുണ്ടായിരിക്കും. അപ്പൊ ടീച്ചർ ഉദ്ദേശിച്ച കാര്യത്തിൽ എളുപ്പമില്ലായിരിക്കും. അപ്പൊ പലപ്പോഴും നമ്മുടെ സ്കൂൾ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുട്ടി എല്ലാ സബ്ജക്റ്റിലും മിടുക്കരായിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സ്പോർട്സിലും മാത്സിലും സ്റ്റഡീസിലും എല്ലാം മിടുക്കരായാലേ അങ്ങനെയുള്ള കുട്ടികളാണ് ഏറ്റവും അംഗീകരിക്കുന്നത്, അല്ലെ? പക്ഷെ ഒരു കുട്ടി ചിലപ്പോൾ മാത്സിൽ വീക്ക് ആയിരിക്കാം, പക്ഷെ ആ കുട്ടി ലാംഗ്വേജസിൽ നല്ലതായിരിക്കും. അപ്പൊ അത് ആരെടുത്തും ചിലപ്പോൾ പറയത്തില്ല. മേ ബി ലാംഗ്വേജസിൽ നല്ലതാണെങ്കിലും എക്സാമിന് മാർക്ക് കുറവായിരിക്കും, പക്ഷെ കഥ എഴുതാനും കവിത എഴുതാനുള്ള കഴിവ് ഉണ്ടായിരിക്കാം. അപ്പൊ അതുപോലെ നമുക്ക് എല്ലാവർക്കും ചില കഴിവുകളുണ്ട്. സോ നമ്മൾ നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് എന്താണ് അതിനെ നർച്ചർ ചെയ്യുക, ഇല്ലാത്തതിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കാതിരിക്കുക, നമ്മുടെ ഫ്ലോസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മുടെ കുറവുകളെ. ഈവൻ ശരീരത്തിലെ പോലും പല കുറവുകൾ, ഈ ലോകത്ത് എല്ലാവർക്കും ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ശരീരത്തെ പറ്റി. ഈവൻ ഐശ്വര്യ റായ്ക്ക് പോലും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, നമ്മുടെ ചില ഇംപെർഫെക്ഷൻസ്, നമുക്ക് മാറ്റാൻ പറ്റാത്ത ചില ഇംപെർഫെക്ഷൻസിനെ നമ്മൾ അംഗീകരിക്കുക. മാറ്റാൻ പറ്റുന്നത് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. ഇപ്പൊ മാറ്റാൻ പൈസ ഇല്ലെങ്കിൽ പൈസ ഉള്ള കാലത്ത് നമുക്ക് അത് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാം. അതുവരെ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാം. നമ്മളെ ദൈവം ഇങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഈ ശരീരം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഈ ആത്മാവിന്റെ ഒരു വാഹനമാണ്, ഒരു വെഹിക്കിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഈ ശരീരത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ശരീരത്തിന് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നു, ഡ്രസ്സ്, സ്കിൻ കെയർ, ഹെയർ കെയർ, എല്ലാവരും ഈ ശരീരത്തിനാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത്, മോസ്റ്റ് ആളുകൾ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ആത്മാവുണ്ട്. ആത്മാവിന് കുറെ നീഡ്സ് ഉണ്ട്, അത് ഫുൾഫിൽ ചെയ്യണം എന്നുള്ളത് അത് പലരും നമ്മുടെ ഒരു ഗോളായിട്ട് ആരും കണക്കാക്കാറില്ല. സോ അതുകൊണ്ട് ഒരുപാട് അറ്റൻഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഹെൽത്തി ആയിട്ട് ഒരു വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വണ്ടി എങ്ങനെയാണ്, നമ്മൾ 24 മണിക്കൂർ അതിനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ട, ആ വണ്ടിയുടെ ബോഡി കീപ്പ് ചെയ്യാന്നുള്ളതല്ല, അത് ഫങ്ഷണൽ ആണോ, അതിന്റെ പർപ്പസ് എന്താ, അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ അതേപോലെ തന്നെയാണ് ഈ ശരീരത്തിന് ടു മച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ
നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ്, നമ്മുടെ എബിലിറ്റീസ് എങ്ങനെ ഈ ലോകത്തിന് സർവീസ് കൊടുക്കാം, നമുക്ക് തന്നെയുള്ള സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി ചെയ്യേണ്ടത്. അല്ലാതെ ഈ ശരീരത്തിനെ തൃപ്തിപ്പെടുത്തുകയും അതിന്റെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് അറ്റൻഷൻ കൊടുക്കരുത്. ഒരു ബേസിക് നെസസറി അറ്റൻഷൻ മാത്രം കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അതിലെ കുറവുകളെ നമ്മൾ അംഗീകരിക്കുക. ആൻഡ് ചില കുറവുകൾ നമ്മുടെ യുണീക്നെസ് ആണ്, ചില വ്യത്യാസം. ചില ആളുകളെ നമ്മൾ അവരുടെ ആ ഒരു വ്യത്യാസം കൊണ്ടായിരിക്കും നോട്ടീസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് എടുക്കുക, അതൊരു കുറവായിട്ട് എടുക്കണ്ട. അപ്പൊ എന്റെ മൂക്ക് വളഞ്ഞിട്ടാണ്, ഞാൻ അതെന്റെ ഒരു വ്യത്യസ്തതയായിട്ട് കണക്കാക്കുന്നു. അതുകൊണ്ട് എന്താ, എല്ലാവരുടെയും ഫേസ് പോലെ എല്ലാവരുടെയും മൂക്ക് സ്ട്രെയിറ്റ് മൂക്കാണ്, എന്റെ മൂക്ക് വളഞ്ഞിട്ടാണ്. അപ്പൊ സ്ട്രെയിറ്റ് മൂക്ക് ഇസ് നോർമൽ, ഞാൻ ഇത്തിരി ഡിഫറെന്റ് ആണ് ഇതാ. സോ അതിന്റെ യുണീക്നെസ് ആണ്. അങ്ങനെ നമ്മുടെ വ്യത്യാസങ്ങൾ നമ്മൾ എല്ലാവരുടെയും സൊസൈറ്റിയുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെ ഫിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ ബ്യൂട്ടിഫുൾ എല്ലാം തോന്നുന്നത്. നമ്മളെല്ലാവരും നമ്മളുടേതായ രീതിക്ക് ബ്യൂട്ടിഫുൾ ആണ്. എന്റെ എല്ലാ ക്ലയൻസും എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നാറ് അവരെ കാണുമ്പോൾ. പക്ഷെ എല്ലാവരോടും ചോദിക്കുമ്പോൾ അവർ പറയും എന്റെ മുടി കൊള്ളില്ല, കണ്ണ് കൊള്ളില്ല, എന്റെ ഭർത്താവ് ഇഷ്ടമാണോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങനെ എല്ലാവർക്കും ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നാറുണ്ട് എന്റെ വരുന്ന എല്ലാ ക്ലയൻസും എന്നെക്കാൾ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ അവർ പറയും അല്ലെന്താ അനക്കാ ബ്യൂട്ടിഫുൾ എന്ന് പറയും. സോ എനിക്ക് അവരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും, അവർക്ക് എന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. ബേസിക്കലി നമുക്ക് മറ്റുള്ളവരെക്കാളും കുറവാണ് നമ്മൾ എന്നുള്ളതാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ സത്യത്തിൽ എല്ലാവരും അവരവരുടേതായ രീതിയിൽ ബ്യൂട്ടിഫുൾ ആണ്. സോ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കുറവുകൾ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ആ കുറവുകളോട് ഇപ്പൊ ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആളിനെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവൾക്ക് ഹൈറ്റ് ഉണ്ടായിരുന്നു, ഇവളെ ഞാൻ ഇഷ്ടപ്പെട്ടേനെന്ന്. അപ്പൊ എനിക്ക് അന്ന് കേട്ടപ്പോൾ അത് വിഷമം തോന്നി. അയ്യോ എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്നെ ആരും ഇഷ്ടപ്പെടത്തില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ എന്റെ ഹസ്ബൻഡിന് 6 അടി ഹൈറ്റ് ഉണ്ട്. പക്ഷെ എന്റെ ഹൈറ്റ് ആൾക്കൊരു പ്രശ്നമായിരുന്നില്ല. സോ ഞാൻ വിശ്വസിക്കുന്നത് ആൾ എന്റെ ഹൈറ്റ് നോക്കിയിട്ടല്ല എന്നെ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എന്റെ രൂപം നോക്കിയിട്ടല്ല എന്നെ ഇഷ്ടപ്പെട്ടത്. അപ്പൊ നമ്മുടെ രൂപം കൊണ്ട് നമുക്ക് നല്ല രൂപം ഉണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഗുഡ് തിങ്. പക്ഷെ നമ്മുടെ ശരീരം ഇഫ് യു തിങ്ക് നമ്മൾ കാണാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നോ പ്രോബ്ലം. നമ്മുടെ ആ കുറവുകളോട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ നമ്മുടെ ലൈഫിൽ വരും. അതാണ് അതിന്റെ ശരി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ സൗന്ദര്യം ഉള്ളപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുകളൊക്കെ ഉള്ളപ്പോൾ മാത്രം നമ്മളെ ഇഷ്ടപ്പെടാറില്ല. നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കൊണ്ടും ഇഷ്ടപ്പെടാൻ കഴിയാം, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യും നമ്മുടെ കുറവുകള്. കാരണം ആ കുറവുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ നമ്മുടെ ലൈഫിലൊക്കെ വരുള്ളൂ. പിന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലാത്തൊരു കഴിവ് വളർത്താനും പഠിക്കാനും ഒക്കെ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കുക. ഇല്ലാന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് മാത്സിൽ കഴിവില്ല, ഫൈൻ, ഞാൻ അതിലോട്ട് പോകുന്നില്ല, അങ്ങനത്തെ രീതിയിൽ എടുക്കുക. മറ്റുള്ളവർ ക്രിട്ടിസൈസ് ചെയ്താലും എനിക്കതിൽ കഴിവില്ല, അതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അക്സെപ്റ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ സ്ട്രെങ്സ് എന്താണെന്ന് മനസ്സിലായി അതിനെ കൂടുതൽ നർച്ചർ ചെയ്യും മനസ്സിലാക്കിയിട്ട്. സോ സെൽഫ് ലവ് എന്ന് വെച്ചാൽ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാമായിട്ട് തന്നെ നമ്മൾ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. മറ്റുള്ളവർ നമ്മുടെ സമയം എനർജി ഒക്കെ ഒരുപാട് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് നോ പറയാൻ, ഒരു കുറ്റബോധവും ഇല്ലാതെ നോ പറയാൻ. അതുപോലെ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ അവോയ്ഡ് ചെയ്യുക. നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യുക. എല്ലാവരും നിലയ്ക്ക് നിർത്തുക. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി പ്രയോറിറ്റി കൊടുക്കാൻ നമുക്ക് പറ്റണം. അതും സെൽഫ് ലവ് ആണ്. അതുപോലെ നമ്മുടെ നീഡ്സ് അനുസരിച്ച് നമ്മുടെ ഗ്രോത്തിന് ഫോക്കസ് കൊടുക്കുക. എല്ലാത്തിലും ഉള്ള എല്ലാ ഏരിയാസിലുള്ള നമ്മുടെ ഗ്രോത്ത്, സ്നേഹത്തിന്റെ കേസ് ആവട്ടെ, റിലേഷൻഷിപ്പിന്റെ, കരിയറിന്റെ, ലൈഫ് പർപ്പസിന്റെ, സ്പിരിച്വാലിറ്റിയുടെ, അങ്ങനെ എന്തൊക്കെയാണോ നമ്മുടെ സോളിന്റെ നീഡ്സ് ആ എല്ലാ രീതിയിലും നമ്മൾ ഗ്രോ ചെയ്യാൻ ഓരോ നിമിഷവും ശ്രമിച്ചോളൂ. ലൈഫ് ലോങ് ലേണേഴ്സ് ആയിട്ട് ഇരിക്കുക ഫോർ അവർ സെൽഫ്. സോ അതാണ് സെൽഫ് ലവ്. സോ സെൽഫ് ലവിന്റെ പവർ എന്താന്ന് വെച്ചാൽ നമ്മളെ പലപ്പോഴും പലരും നമ്മളെ നമുക്ക് തന്നെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? അതേപോലെ തന്നെ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല. സോ അതാണ് സെൽഫ് ലവിന്റെ വ്യത്യാസം. അപ്പൊ എനിക്ക് നന്നായിട്ട് ഇത് മനസ്സിലാവുന്ന എന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് മറ്റുള്ളവരെ പൊതുവെ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല. ഫസ്റ്റ് ടൈം അങ്ങനെയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് മറ്റുള്ളവരെ ഇഷ്ടമല്ല. ഞാൻ എല്ലാവരും ലൈഫിൽ ഇങ്ങനെ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ട് നടക്കായിരുന്നു. ചില ആളുകളൊക്കെ ചിലർ അപ്രീഷിയേറ്റ് ഐശ്വര്യ കാണാൻ എന്ത് ഭംഗിയാന്ന് പറയുമ്പോൾ അത് മേക്കപ്പാ, അങ്ങനെ എല്ലാത്തിനെയും ഒന്നും കുറ്റം പറഞ്ഞാൽ എനിക്കൊരു സമാധാനത്തില്ല. എത്ര അച്ചീവ്ഡ് ആയിട്ടുള്ള ആളെയും കുറയ്ക്കുക, അയാളുടെ കോൺഫിഡൻസ് കളയണം, അയാളെ കുറയ്ക്കണം, അത്ര വലിയ സംഭവം ഒന്നും എല്ലാം ആക്കണം എങ്കിൽ. കാരണം ഞാൻ എന്റെ ഉള്ളിൽ എനിക്ക് തന്നെ വിലയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ വില കൂടിയിരിക്കുന്ന കാണുമ്പോൾ ഒരു അസൂയ. അപ്പൊ അവരുടെ വില കുറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് പലരും തന്നെയാണ് ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നുകൊണ്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. എനിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മറ്റുള്ളവരെ ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ട്. അതേപോലെ എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പലരും എന്നെ ഇഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുവരെ എനിക്ക് എപ്പോഴും സംശയം, വെറുതെ അഭിനയിക്കുന്നതാ, എനിക്ക് തോന്നുന്നതാ, സിൻസിയർ ആയിട്ടല്ല, അങ്ങനെ. പക്ഷെ ഇപ്പൊ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ നമുക്ക് സ്നേഹം കൊടുക്കാൻ വാങ്ങാനും പറ്റണമെങ്കിൽ നമുക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹം കിട്ടുന്ന സ്നേഹം ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് അവർ വൈബ്.
നമ്മുടെ വൈബ് സെൽഫ് ലവ് ആണെങ്കിൽ നമുക്ക് സ്നേഹം കൊടുക്കാനും വാങ്ങാനും പറ്റും. സോ നമ്മള് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കും സെൽഫ് ലവ് ഇസ് ഓൾ അബൌട്ട് അക്സെപ്റ്റിംഗ് മൈ ബോഡി അല്ലെങ്കിൽ അക്സെപ്റ്റിംഗ് മൈ സെൽഫ്. യെസ്, അതിൽ നമ്മുടെ ബോഡിയും ബ്രെയിൻ മൈൻഡ് ഒക്കെ വരും. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ് ഇസ് ലവിങ് അവർ സോൾ, നമ്മുടെ ആത്മാവ്, നമ്മുടെ സ്പിരിറ്റ്, അതിനെ സ്നേഹിക്കുന്നതാണ് സെൽഫ് ലവ്. കാരണം എന്താന്ന് വെച്ചാൽ യെസ്, ഈ ശരീരത്തിന് കുറെ ഇംപെർഫെക്ഷൻസ് ഉണ്ട്, ഈ ബുദ്ധിക്ക് കുറെ ഇംപെർഫെക്ഷൻസ് ഉണ്ടാവാം, നമ്മുടെ മനസ്സിന് ഇംപെർഫെക്ഷൻസ് ഉണ്ടാവാം. പക്ഷേ നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ ട്രൂ സ്പിരിറ്റ്, നമ്മൾ ഈ ലോകത്തോട് ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സോൾ ഉണ്ടല്ലോ, അത് ഹൈ വൈബിലുള്ള പ്യോർ ആയിട്ടുള്ള ഒരു സോളാണ്. നമ്മൾ ജനിച്ചപ്പോൾ ഹൈ വൈബിലായിരുന്നു. നമ്മൾ ഷാഡോസിനെ പറ്റി കഴിഞ്ഞ ദിവസം പഠിച്ചു. അപ്പൊ നമ്മൾ ഓരോരോ തെറ്റായ ബിലീഫ്സ് ഒക്കെ നമ്മുടെ തലയിലോട്ട് എടുത്ത് നമ്മൾ ഒരുപാട് നമ്മുടെ ശരീരത്തെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ, നമ്മുടെ ബുദ്ധി ആവശ്യത്തിന് നർച്ചർ ചെയ്യാതിരിക്കുമ്പോൾ, അതിന് ഗ്രോത്ത് കൊടുക്കാതിരിക്കുമ്പോൾ, മനസ്സിന് ആവശ്യമില്ലാത്ത നെഗറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് ലിമിറ്റിംഗ് ബിലീഫ്സും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന ആ ഒരു പ്യോർ സോൾ വിഷമിക്കുകയാണ്. അത് ഹേർട്ട് ആയിരിക്കുകയാണ്. അതിൽ ഷാഡോസ് വന്ന് അത് ഇരുട്ടായിക്കൊണ്ടിരിക്കുക. അതൊരു പ്യോർ ബ്രൈറ്റ് ലൈറ്റ് ആയിരുന്നു വന്ന സമയത്ത്. അത്ര ഷൈനിങ് ആയിട്ടുള്ള ഒരു ഹൈ വൈബ് ലൈറ്റ് ആയിരുന്നു. പക്ഷെ ഓവർ ടൈം നമ്മൾ നമ്മളെ തന്നെ മോശമായിട്ട് ട്രീറ്റ് ചെയ്ത് മറ്റുള്ളവർ പറയുന്നൊക്കെ കേട്ട് നമ്മൾ നമ്മളെ തന്നെ വില കുറച്ച് കണ്ട് കണ്ട് നമ്മുടെ ആ ഒരു സോൾ ഇരുട്ട് മൂടി, ഷാഡോസ് വന്നു, ഒരുപാട് ഇംപെർഫെക്റ്റ് ആയി. നമ്മുടെ ഹാർട്ട്, നമ്മുടെ ആ ഒരു ഇന്നർ ചൈൽഡ് ഇപ്പൊ പേടിച്ച് വിഷമിച്ച് ഒരുപാട് ഹേർട്ട് ആയിട്ടാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ബിക്കോസ് ഓഫ് ഓൾ ദ എക്സ്പീരിയൻസസ്, ബാഡ് എക്സ്പീരിയൻസസ് ഇൻ അവർ ലൈഫ്. ആൻഡ് അതിൽ നിന്ന് നമ്മൾ തന്നെ നമ്മുടെ തലയിലേക്ക് വിശ്വസിച്ചു പോകുന്ന ചില ബിലീഫ്സും കാരണം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സെൽഫ് ലവ് ആക്ടിവിറ്റി ആണ്. സോ ഈ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ നമ്മുടെ സോളുമായിട്ട് റീകണക്ട് ചെയ്യാൻ പോകണം. നമ്മുടെ സോൾ ഈ സെയിം ആസ് ഇന്നർ ചൈൽഡ്, അങ്ങനെ തന്നെ വിശ്വസിക്കാം. കാരണം നമ്മുടെ ഇന്നർ ചൈൽഡ് ഹാപ്പി ആണെങ്കിൽ നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു, കുഞ്ഞു കുട്ടികൾ അങ്ങനെ വിചാരിക്കാറുണ്ടോ? എന്റെ അമ്മ എന്നെ പറ്റി എന്തായിരിക്കും, അച്ഛൻ എന്നെ പറ്റി എന്തായിരിക്കും, വന്നവർ ഇല്ല, അവര് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടത് ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്കത് വേണം എന്നവർ പറയും അല്ലെ. നമ്മളിപ്പോ പറയും നമുക്ക് വേണം തോന്നിയാൽ നമ്മൾ പറയില്ല. സോ കൊച്ചുകുട്ടികൾ ഫ്രീലി എക്സ്പ്രസ് ചെയ്യും, ഇഷ്ടക്കേടുകൾ എല്ലാം എക്സ്പ്രസ് ചെയ്യും. ആരുടെയും കൈ പോണെങ്കിൽ അവർ കൈ കാണിക്കുക, ഇഷ്ടപ്പെട്ടവരുടെ കൂടെ പോകും, ഇഷ്ടമില്ലാത്തവരെ വേണ്ടാന്ന് പറയും. സോ അത്ര ഫ്രീ മൈൻഡഡ് ആണ് കൊച്ചുകുട്ടികൾ. സോ നമ്മൾ നമ്മുടെ ഇന്നർ ചൈൽഡിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് അതേപോലെ ആവാൻ പറ്റും. നമ്മൾ അത്ര ഹാപ്പി ആയിട്ട് നമ്മളെ തന്നെ ഫുള്ളായിട്ട് തുറന്ന പുസ്തകം പോലെ നമുക്ക് കാണിക്കാൻ പറ്റും, ഹൈ വൈബിൽ ഇരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇന്നർ ചൈൽഡിനെ ഇന്ന് നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യണം. സോ ഈ ഒരു ആക്ടിവിറ്റി വേണ്ടി ഇതർ നമുക്ക് സെൽഫ് ഹഗ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഞാൻ ഹാർട്ടിൽ കൈവയ്ക്കാറാണ് പതിവ്. ആൻഡ് ഞാൻ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് തട്ടിക്കൊടുക്കാറുണ്ട്. ലൈക്ക് ആശ്വസിപ്പിക്കുന്ന പോലെ തന്നെയാണ്. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് കരയാറുണ്ട്. സോ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. അപ്പോൾ എന്ത് നിങ്ങൾ ബേസിക്കലി ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ചൈൽഡിനോട് സംസാരിക്കാൻ പോവാണ്. നിങ്ങളുടെ സോളിനോട്, നിങ്ങളുടെ ആത്മാവിനെ ഒരു കുഞ്ഞു കുട്ടിയായിട്ട് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം കുഞ്ഞുകുട്ടിയെ എടുത്ത് ഹൃദയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കുഞ്ഞുകുട്ടിയെ നോക്കുക, ആ കുഞ്ഞുകുട്ടിയോട് നമ്മൾ സംസാരിക്കാൻ പോകണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആ ഒരു കുഞ്ഞുകുട്ടിയോട് ഒരു സോറി പറയാം. ഇത്രയും നാള് നമ്മൾ പല രീതിയിൽ നമ്മൾ ആ ഇന്നർ ചൈൽഡിനെ ഹേർട്ട് ചെയ്തു. അതൊരു പ്യുവർ സോൾ ആയിരുന്നു. അതിനെ നമ്മൾ പല രീതിയിൽ ഓരോ ഇരുട്ടുകൾ, ഓരോ ഡാർക്ക്നെസ്സുകൾ അതിൽ കൊണ്ടുകൊടുത്തു. അത് പലരുടെയും നെഗറ്റീവ് കമന്റ്സ് നമ്മുടെ ഉള്ളിലേക്ക് എടുത്തിട്ട്, പലരും നമ്മളോട് മോശമായിട്ട് പെരുമാറിയതൊക്കെ നമ്മുടെ കുഴപ്പമാണെന്ന് വിചാരിച്ചിട്ട്, നമ്മളെ കൊള്ളില്ലാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ നമ്മൾ വളരെ നല്ല, ആ ഒരു ഇന്നർ ചൈൽഡ് വളരെ നല്ലൊരു കുട്ടിയായിരുന്നു. പക്ഷെ നമ്മൾ അതിനെ കൊള്ളില്ല എന്ന് പറഞ്ഞ് അത് ഒരു ഡാർക്ക്നെസ് ആയി മാറിപ്പോ. സോ നമ്മൾ ആ പ്രകാശം വീണ്ടും കൊണ്ടുവരാണ്. അല്ല, യു ആർ പെർഫെക്റ്റ്, യു ആർ കംപ്ലീറ്റ്, യു ആർ ഹൈ വൈബ്, യു ആർ എ ലൈറ്റ്, പ്യുവർ ഗോൾഡൻ ലൈറ്റ് ആണ്. അങ്ങനെ വിശ്വസിച്ച് ആ ഇന്നർ ചൈൽഡിനോട് സോറി പറയാം. ഇത്രയും നാൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ട് നടന്നതിനും വിഷമിപ്പിച്ചതിനും സോറി. ആൻഡ് എങ്ങനെ ആ റിലേഷൻഷിപ്പ് ശരിയാക്കും? നമ്മൾ ആ ഒരു ഇന്നർ ചൈൽഡിനോട് പറയാം, ഇനി മുതല് ഞാൻ നിന്നെ സന്തോഷിപ്പിക്കും. നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിന്നെയാണ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഈ ലോകത്ത് മറ്റാരെക്കാളും, പാർട്ട്ണറിനെക്കാളും, മക്കളെക്കാളും, പേരൻസിനെക്കാളും ഒക്കെ, ഫ്രണ്ട്സിനെക്കാളും ഒക്കെ ഞാൻ എന്റെ സോളിനാണ് ഞാൻ ഇനി മുതൽ പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത്. നിന്നെയാണ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യാൻ പോകുന്നത്. നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിന്റെ ആരോഗ്യത്തിന് വേണ്ട, ഈ സോളിന് വേണ്ടത് ഈ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതും, ഈ മനസ്സും ബുദ്ധിയും ബുദ്ധി വളരണം, അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റണം. അതേപോലെ നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും വേണം. ഇതാണ് നമ്മുടെ സോളിന് വേണ്ടത്. സോ അതേപോലെ നമ്മൾ നമ്മുടെ ലൈഫ് പേർപ്പസിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യണം. നല്ല റിലേഷൻഷിപ്സ് നർച്ചർ ചെയ്യണം. എല്ലാവരെയും സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം. അങ്ങനെ
എന്താ പറയാ, വളരെ നല്ല ഇമോഷൻസ് ഒക്കെയാണ് നമ്മുടെ ഈ സോൾ. നമ്മളെ ശരീരവും മനസ്സും ബുദ്ധി ഇതെല്ലാം അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ സോൾ ഹാപ്പി ആവുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സോളിന് ഹാപ്പി ആവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി മുതൽ ചെയ്യും എന്നൊരു പ്രോമിസ് കൊടുക്കുക. സോളിന് ഇഷ്ടപ്പെട്ട, നമ്മുടെ ശരീരത്തിന് ഇഷ്ടപ്പെട്ട ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കും. നമ്മുടെ ശരീരത്തിനെ വേദനിപ്പിക്കുന്ന ജങ്ക് ആയിട്ടുള്ള ഒന്നും നമ്മൾ കഴിക്കില്ല. അല്ലെങ്കിൽ ഒക്കേഷണലി മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ. അല്ലാതെ നമ്മുടെ സോളിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ലെവലിലേക്ക് ഞാൻ ഒന്നും ചെയ്യില്ല. നല്ല രീതിയിൽ ഈ ബോഡി ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടി ഞാൻ എക്സസൈസ് ചെയ്യും. എന്റെ ബുദ്ധി വളരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ഞാൻ നല്ല റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യും. നല്ല ആളുകളായിട്ട് സംസാരിക്കും. ഹൈ വൈബ് ആളുകളായിട്ട് മിങ്കിൾ ചെയ്യും, ഇന്ററാക്ട് ചെയ്യും, നല്ല ഫ്രണ്ട്ഷിപ്സ് കീപ്പ് ചെയ്യും. ടോക്സിക് ആയിട്ട് ആളുകളെ അവോയ്ഡ് ചെയ്യും. എന്നും എന്തെങ്കിലും ന്യൂ നോളജ് ഞാൻ കൊടുത്തോണ്ടിരിക്കും. ഞാൻ ബുക്സ് വായിക്കും. അല്ലെങ്കിൽ എന്റെ സ്ട്രോങ് പോയിന്റ്സ് എന്താണ്, എന്റെ ഇന്റലിജൻസ് എബിലിറ്റീസ് അത് നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഞാൻ ചെയ്യും. ഗെയിംസ് കളിക്കും, അല്ലെങ്കിൽ എന്താ കൊച്ചുകുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ എന്റെ ബ്രെയിനിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കും. എന്റെ മൈൻഡിനെ ഹാപ്പി ആക്കാൻ ഞാൻ നെഗറ്റീവ് ഇമോഷൻസ് റിലീസ് ചെയ്യും. എപ്പൊക്കെ എന്റെ സോൾ വിഷമിക്കുന്ന പോലത്തെ കാര്യങ്ങൾ ഉള്ളിൽ വന്നാലും ഞാൻ അത് റിലീസ് ചെയ്യാനുള്ള വഴികൾ, സപ്രസ്ഡ് ആയിട്ടുള്ള എല്ലാ ഇമോഷൻസും, ദേഷ്യവും വെറുപ്പും സങ്കടങ്ങളും പേടിയും എല്ലാം ഞാൻ റിലീസ് ചെയ്യും. അതുപോലെ ഹൈ വൈബിലാവാൻ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാൻ, ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ്, ഡാൻസ് ചെയ്യാൻ, നമ്മുടെ ഫേവറേറ്റ് ഹോബീസ് ചെയ്യാൻ, ഇഷ്ടമുള്ള സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ, അങ്ങനെ ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ, അങ്ങനെ എന്തൊക്കെ പ്രോമിസസ് നിങ്ങൾക്ക് കൊടുക്കാമോ അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ സോളിന് കൊടുക്കുക. അപ്പൊ ഈ പ്രോമിസസ് കൊടുക്കുമ്പോൾ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കും, ഞാൻ നിന്നെ സേഫ് ആക്കി വെക്കും, സെക്യൂർ ആക്കി വെക്കും, നിന്റെ എന്താ പറയാ എല്ലാ രീതിയിലും ഹാപ്പി ആക്കും എന്നുള്ളൊരു പ്രോമിസ് കൊടുക്കുമ്പോൾ ആ ഒരു ഡാർക്ക്നെസ് എല്ലാം മാറി നമ്മുടെ ആ ഒരു സോൾ ഷൈൻ ചെയ്യുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി തന്നെ ഒരു ഗോൾഡൻ ലൈറ്റ് ആയിട്ട്, ആ ഒരു ഇരുട്ടൊക്കെ നമ്മുടെ ഉള്ളില് ആ ഇന്നർ ചൈൽഡ് ഇത്രയും നാളെ വിഷമിച്ചിരുന്ന ആ ഒരു ഇരുട്ടിന്ന് പുറത്ത് വന്ന് ഇരുട്ടൊക്കെ നീങ്ങി നീങ്ങി ഡിസോൾവ് ആയി നമ്മളൊരു ബ്രൈറ്റ് ലൈറ്റ് ആയിട്ട് നമ്മുടെ എൻറ്റയർ ശരീരം ഷൈൻ ചെയ്യുന്നതായിട്ട് വിചാരിക്കാം. ഷൈൻ ചെയ്യുന്ന ആ ഒരു നമ്മുടെ ഓറ എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മൾ ദൈവത്തിന്റെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ ദൈവം ഇങ്ങനെ പ്രകാശിക്കുന്നതായിട്ട് കാണത്തില്ലേ, സെയിം വേ നമ്മളുടെ ആ ഒരു ബോഡി ഈ വൈബില് വളരെ പ്യോർ വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഗോൾഡൻ ലൈറ്റ് ഇങ്ങനെ ഷൈൻ ചെയ്യാണ് നമ്മുടെ ഉള്ളിൽ നിന്ന്. ഈ ഒരു ഇന്നർ ചൈൽഡ് നിന്ന് അത്രത്തോളം ഹാപ്പിയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അത് ഫീൽ ചെയ്യുന്നവരെ ഈ ആക്ടിവിറ്റി ചെയ്യുക. ആ ഒരു ലൈറ്റ് പ്രകാശിച്ച് നമ്മൾ അത്ര ഹൈ വൈബിൽ എത്തുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് നമ്മുടെ സോളിനെ ഹാപ്പി ആക്കുന്ന ആ ഒരു മൊമെന്റിൽ നമ്മൾ ആ ഒരു കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ഈ മെഡിറ്റേഷൻ വൈൻഡ് അപ്പ് ചെയ്യുക. ഒരു ഡീപ് ബ്രെത്ത് എടുക്കുക, ജസ്റ്റ് കൈ റബ് ചെയ്ത് ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ദേഹം ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് എണീക്കുക. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. കുറച്ച് അഫർമേഷൻസ് കൂടെ നമുക്ക് ഇതിന്റെ എൻഡിൽ പറഞ്ഞുകൊണ്ട് നിർത്താം. അതായത്, ഞാൻ സ്നേഹം, കൈൻഡ്നസ് ഒക്കെ അർഹിക്കുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ അൺകണ്ടീഷണലി സ്നേഹിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. എന്റെ ഹാർട്ട് സ്നേഹം കൊടുക്കാനും വാങ്ങാനും തയ്യാറാണ്. എത്ര വേണമെങ്കിൽ, എത്ര ഓപ്പൺ ആണ്. ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു ഫോർ എല്ലാ മിസ്റ്റേക്സും, ഇതുവരെ ചെയ്ത എല്ലാ മിസ്റ്റേക്സിനും ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ എന്റെ ഇംപെർഫെക്ഷൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു വിത്ത് ലവ്. ഞാൻ എന്നെ തന്നെ മുഴുവനായിട്ട് അക്സെപ്റ്റ് ചെയ്യും. എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്, ഇതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർ ഉണ്ട് ഈ ലോകത്ത്, അവർ ഇഷ്ടപ്പെട്ടോളും. അല്ലാത്തവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് നോ പ്രോബ്ലം. ആൻഡ് എന്റെ ദേഹത്തെ എല്ലാ സെൽസും സ്നേഹം, നല്ല പോസിറ്റീവ് ഇമോഷൻ, സ്നേഹം, എനർജി എല്ലാം കൊണ്ട് വൈബ്രേറ്റ് ചെയ്യാണ്. എന്റെ ബോഡി മൈൻഡും ഒക്കെ ഹീൽ ചെയ്യുന്നു, ഹീൽഡ് ആവും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ അഫർമേഷൻസ് വേണമെങ്കിൽ എഴുതിയെടുക്കാം, എവിടെയെങ്കിലും വെക്കാം. ഈ സെൽഫ് ലോ ആക്ടിവിറ്റി എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. റെഗുലർലി ചെയ്യണമെന്നില്ല, ബട്ട് എപ്പോഴൊക്കെ നിങ്ങൾക്ക് ലോ ആയി തോന്നുന്നുണ്ടോ അപ്പൊ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ ഈ ശരീരവും ഈ മനസ്സും ഈ ബുദ്ധിയും മാത്രമല്ല, നിങ്ങൾക്കൊരു ആത്മാവുണ്ട്. ആ ആത്മാവാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം, ആത്മാവിന്റെ ടൂൾസ് ആണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ആ ആത്മാവിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഹൈ വൈബ് ഇമോഷൻസ്, സ്നേഹം, സന്തോഷം, സമാധാനം എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക ലൈഫിൽ. നെഗറ്റീവ് ഇമോഷൻസ്, പ്രശ്നങ്ങളൊക്കെ വരുന്നത് നോ പ്രോബ്ലം. പക്ഷെ നമ്മളത് വിത്ത് ടൈം അത് മുന്നിലോട്ട് കയറി വരാനും ഗ്രോ ചെയ്യാനുള്ള എഫേർട്ടുകൾ എടുക്കുക. അക്സെപ്റ്റ് ചെയ്യുക നമ്മുടെ കുറവുകളെ, നർച്ചർ ചെയ്യുക നമ്മുടെ കഴിവുകളെ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ലവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.